തേങ്ങ ചേർക്കാതെ നല്ല ടേസ്റ്റിയായിട്ട് ചെയ്തെടുക്കുന്ന ഒരു കാബേജ് തോരൻ്റെ റെസിപ്പിയാണിന്ന്. തേങ്ങ ചേർക്കുന്ന സ്ഥാനത്ത് വേറൊരു ഐറ്റമാണ് ചേർക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കുറച്ച് വറ്റൽമുളക് കൂടെ ചേർക്കാം. കടുക് പൊട്ടിയ ഉടനെ തന്നെ തീ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. ഒരു കപ്പോളം കനം കുറഞ്ഞരിഞ്ഞ സവാള ചേർക്കുക. കുറച്ചേറെയായിട്ട് എടുത്തിട്ടുണ്ട് സവാള. ഇനി 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് കനം കുറഞ്ഞ് അതുകൂടെ ചേർക്കുക. ഇഞ്ചി ഒരു അര സ്പൂണോളം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. ഇപ്പോഴെങ്ങും ഇളക്കരുത്, അങ്ങനെ തന്നെ ഇടുക. തീയെ ഏറ്റവും കുറവായിട്ട് തന്നെ ഇട്ട് വേണം ഇതെല്ലാം ഇടാനായിട്ട്. കുറച്ചേറെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കാബേജ് കൂടി ചേർക്കുക. ഏകദേശം ഒരു 350 ഗ്രാമോളം കാബേജ് ഉണ്ട്. സവാള ഒരു കപ്പോളം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇളക്കാതെ തന്നെ അങ്ങനെ മൂടി വയ്ക്കുക. ഏകദേശം ഒരു 3 മിനിറ്റോളം ആകാറാകുമ്പോഴത്തേന് നന്നായിട്ട് ഇത് ചൂടാവും. ഇതുപോലെ ചൂട് കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഒട്ടും അടിക്ക് കരിഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്യൂല. സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ടാകും. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സവാള ഒന്ന് വഴറ്റിയ സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മഞ്ഞൾപ്പൊടി കാബേജ് തോരനകത്ത് ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന അളവിൽ ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിളക്കുക. ഒരു പകുതി വെന്തതിന് ശേഷമാണ് ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. വീണ്ടും ഇതുപോലെ നല്ലവണ്ണം ഒന്ന് തട്ടിപ്പൊത്തിട്ട് മൂടി വയ്ക്കാം. തീയെ കുറച്ച് വയ്ക്കുക. ഇനി ഇതിൽ ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി മൂടി വയ്ക്കുന്നില്ല. ഇതുപോലെ നിരത്തിയിടുക. കുറഞ്ഞ തീയിൽ തന്നെ ബാക്കിയൂടെ വേവിച്ചെടുക്കുക. നല്ലവണ്ണം വെന്തതിന് ശേഷം വേണം അടുത്ത ചേർക്കാനായിട്ട്. സവാളയും പച്ചമുളകും തേങ്ങയും എല്ലാം ചേർത്ത് ഞെരടി വെച്ചതിന് ശേഷം ഇതുപോലെ തോരൻ വയ്ക്കാറുണ്ട്. അതൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെയും ചെയ്താൽ. ഇപ്പം ഇത് നിരത്തിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നിരത്തിയിടുക. ഇങ്ങനെ ചെയ്ത് അത് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു ഐറ്റം കൂടി ചേർക്കണമെന്ന് പറഞ്ഞല്ലോ, അത് ചേർക്കാൻ പോവാണേ. ഒരു തവി പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഈ പൊട്ടുകടല എന്താണെന്ന് അറിയാത്തവരുണ്ട്. റോസ്റ്റഡ് ഗ്രാമാണ്. ഇത് പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുക്കാവൂ. ഇത് പൊട്ടുകടലയായത് കാരണം പെട്ടെന്ന് ഇത് പൊടിഞ്ഞു വരും. പൗഡറാക്കി എടുക്കരുത്. ഈ ഒരു രീതിയിലെടുക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ ഇടിക്കല്ലിനകത്തോട്ട് ഇട്ടിട്ട് ഇടിച്ചെടുത്താലും മതി. കാബേജ് വെന്തതിന് ശേഷം, അതായത് നിങ്ങൾക്ക് എത്രയും കാബേജ് വേകണമോ അത്രയും വേവിച്ചതിന് ശേഷം ഇത് കൂടി ചേർക്കുക. വീണ്ടും കുറഞ്ഞ തീയിൽ തന്നെ നമ്മൾ സാധാരണ തേങ്ങ ഇട്ടതിന് ശേഷം തേങ്ങ ഒന്ന് ചൂടാകാൻ വേണ്ടി ഇങ്ങനെ നിരത്തിയിടയില്ലേ, അത്രയും ടൈം മാത്രം മതിയാകും ഇതിനും. ആ കടലയൊക്കെ ഒന്ന് ചൂടായി വന്നോട്ടെ, അത്ര മതി. ഒരു 2-3 മിനിറ്റ് നേരം കുറഞ്ഞ തീയിൽ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നിരത്തിയിടുക. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. നിരത്തിയിടുക. ഇത്രയും മതിയാകും. ചിലപ്പോൾ നിങ്ങളുടെ കൈവശം പൊട്ടുകടല കാണില്ല, തേങ്ങ കാണില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത് രണ്ടും ചേർക്കാതെ തന്നെ ബാക്കി ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കിക്കോളൂ.
നല്ല ടേസ്റ്റുള്ള തോരൻ അങ്ങനെയും ഉണ്ടാക്കാം. ഇതാ ഈ തോരനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം ഇത് കാബേജെല്ലാം വെന്ത് കടലയൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുമുണ്ട്. ഇത്ര ഉള്ളൂ. ഇത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിടാനും, അതായത് എനേബിൾ ആക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.